ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റാൻ നീക്കം. അടുത്തിടെ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്നാണ് രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ ശക്തമായ പ്രതിഷേധമുയരുന്നത്. ഇന്നലെ ചേർന്ന അക്കാദമി ജനറൽ കൌൺസിൽ യോഗം രഞ്ജിത്തിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാന് കത്തയച്ചിരുന്നു. അക്കാദമിയിലെ പുതിയ വിവാദങ്ങൾ സർക്കാരും കടുത്ത നിലപാടിലാണെന്നാണ് സൂചന. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, അക്കാദമിയിൽ പ്രശ്നങ്ങൾ പുകയുന്നുണ്ട്. അത് എല്ലാ വർഷവും ആവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പക്ഷേ ഇതുവരെ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാനോ മറ്റൊരു തീരുമാനത്തിലേക്കോ സർക്കാർ കടന്നിട്ടില്ല. ഇപ്പോൾ അക്കാദമി അംഗങ്ങൾ തന്നെ രഞ്ജിത്തിനെതിരെ തിരിഞ്ഞ സാഹചര്യത്തിൽ സമ്മർദ്ദത്തിലാകുകയാണോ സർക്കാർ? ഒരു തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? ചലച്ചിത്ര അക്കാദമിക്കും സംസ്ഥാന സർക്കാരിനും രഞ്ജിത്ത് നിരന്തരം ബാധ്യതയാകുന്നുവെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. നേരത്തെയൊക്കെ രഞ്ജിത്തിനെ പൂർണ്ണമായും സംരക്ഷിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ. പക്ഷേ ഇപ്പോൾ അത്തരമൊരു പൂർണ്ണ പിന്തുണ രഞ്ജിത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. കാരണം സർക്കാരിന് നിരന്തരം രഞ്ജിത്ത് തലവേദനയാകുന്നു. സർക്കാരിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായുള്ള പരാമർശങ്ങളാണ് പലപ്പോഴും രഞ്ജിത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണ്ണയത്തിൽ പോലും രഞ്ജിത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നപ്പോഴും അന്ന് മന്ത്രി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അനാവശ്യ വിവാദങ്ങളാണ് രഞ്ജിത്ത് ഉണ്ടാക്കുന്നത്. അത് ചലച്ചിത്രോത്സവത്തിൻ്റെ അടക്കം ശോഭ കെടുത്തുന്നതായ പരാതികൾ ഉയർന്നു വരുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിലെ 4 അംഗങ്ങൾ നേരത്തെ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം കത്ത് നൽകിയിരുന്നു. രഞ്ജിത്തിനെ മാറ്റണം, ഞങ്ങളും ഇടതുപക്ഷ അനുഭാവികളാണ്, പക്ഷേ രഞ്ജിത്തിൻ്റെ ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ അത് അക്കാദമിയുടെ യശസ്സ് കെടുത്തുന്നതാണ്, നിരന്തരം അക്കാദമിയെ അവഹേളിക്കുന്നതാണ്, അപമാനിക്കുന്നതാണ്. ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് 4 അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. 4 പേരും എൻ അരുൺ, മനോജ് ഖാന, മമ്മി സെഞ്ചുറി, പ്രകാശ് ശ്രീധരൻ എന്നിവരാണ് മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയത്. രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. ഇന്നലെ ജനറൽ കൗൺസിൽ ചേരുമ്പോഴും 15 പേർ പങ്കെടുത്ത ജനറൽ കൗൺസിൽ 9 പേർ രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിച്ചു. മന്ത്രി സജി ചെറിയാനെ കത്ത് നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണം. അക്കാദമിയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെടുന്നു, നിരന്തരം അംഗങ്ങളെ അവമാനിക്കുന്നു. ഡോക്ടർ ബിജു കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ബിജുവിനെ പരസ്യമായി അവമാനിക്കുകയായിരുന്നു രഞ്ജിത്ത് ചെയ്തത്. അത്തരത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ചലച്ചിത്രമേളയുടെ അവസാന ദിവസം രഞ്ജിത്തിന്റെ പ്രസംഗവും അതുപോലെ കാണികളെ അപമാനിക്കുകയും ചെയ്തെന്ന വലിയ വിവാദമായിരുന്നു. അതിനുശേഷവും ചലച്ചിത്ര അവാർഡ് നിർണ്ണയത്തിൽ ഇടപെട്ടു എന്ന പരാതി ഉയർന്നു വന്നു. ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പക്ഷപാതം കാണിക്കുന്നു എന്ന പരാതിയുണ്ട്. അത്തരത്തിൽ നിരന്തര പരാതികളാണ് രഞ്ജിത്തിനെതിരെ ഉയരുന്നത്. ഒരു വനിതാ അംഗത്തെ മോശമായി അവരോട് പെരുമാറിയെന്ന പരാതിയുണ്ട്. അത്തരത്തിൽ നിരവധി പരാതികൾ രഞ്ജിത്തിനെതിരെ ഉണ്ട്. ഇനിയും ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് തുടർന്നു കൊണ്ടുപോകുന്നത് സംസ്ഥാന സർക്കാരിനും അക്കാദമിക്കും ഗുണം ചെയ്യില്ലെന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നത്. സർക്കാരും വളരെ ഗൗരവത്തോടെ ഈ പരാതികൾ കാണുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. നിരവധി പരാതികളുണ്ട്. അക്കാദമി അംഗങ്ങൾക്ക് മാത്രമായിട്ട് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു. പിന്നെ രഞ്ജിത്ത് കാണിക്കുന്ന ധാർഷ്ട്യം, കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ ചില പരാമർശങ്ങൾ, ഡോക്ടർ ബിജുവിനെതിരായുള്ള പരാമർശങ്ങൾ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അക്കാദമി അംഗങ്ങൾ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്? അതിൽ ആരൊക്കെയാണ് കൃത്യമായി നിലപാടെടുത്തിരിക്കുന്നത്? 15 അംഗങ്ങളാണ്. അതിൽ 9 പേരും ഈ സമാന്തര യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതു തരത്തിലാണ് അവരുടെ നീക്കങ്ങൾ? കടുത്ത നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് അക്കാദമിയിലെ ബഹുഭൂരിപക്ഷത്തിനുമുള്ളത്. കാരണം ഒരു രാഷ്ട്രീയ ഭേദമില്ലാതെ, അതായത് രഞ്ജിത്തിനെ CPM നോമിനിയാണ് ചെയ്തത്. പക്ഷേ CPM അനുകൂലികളായിട്ടുള്ളവരും അതുപോലെ തന്നെ CPIയുടെ അംഗങ്ങളുമൊക്കെ എല്ലാവരും ഒരുപോലെ ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. രഞ്ജിത്തിൻ്റെ നിലപാടെടുക്കുകയാണ്. രഞ്ജിത്ത് പ്രസ്താവന, പ്രത്യേകിച്ചും ഡോക്ടർ ബിജുവിനെ അപമാനിച്ച അടക്കമുള്ള പ്രസ്താവനകൾ അനവസരത്തിലുള്ളതായി പോരാ, അനാവശ്യ ഇടപെടലുകളാണ്, അനാവശ്യ വിമർശനങ്ങളാണ് രഞ്ജിത്ത് ഉന്നയിക്കുന്നത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാനാകില്ല നിലപാടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടലാണ് കൗൺസിൽ അംഗങ്ങളുടെ ആവശ്യം. ചലച്ചിത്രമേളയുടെ യശസ്സ് കെടുത്താൻ, ചലച്ചിത്ര അക്കാദമിയുടെ യശസ്സ് കെടുത്താൻ, ചലച്ചിത്രമേളയുടെ ശോഭ കെടുത്താൻ മാത്രമാണ് രഞ്ജിത്തിൻ്റെ ഈ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊക്കെ വഴിവെക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നത് വഴി സർക്കാർ കൂടി കൂടുതൽ നാണം കെടുകയാണ്, സർക്കാരിനെ കൂടി ഇത്തരത്തിൽ മോശപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ചലച്ചിത്ര അവാർഡ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പുഷ്പരാജ് അടക്കമുള്ളവരുടെ പരാതിയുണ്ട്. ഇപ്പോൾ ഡോക്ടർ ബിജുവിനെയും അതുപോലെ തന്നെ ഭീമൻ രഘുവിനെയും ഒക്കെ അപമാനിച്ച സംഭവങ്ങളുണ്ട്. വനിതാ അംഗത്തിന് പരസ്യമായി ഒരു പരാതി പറഞ്ഞപ്പോൾ അവർക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയുണ്ട്. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളും നിരന്തരം അക്കാദമിയെ അവമാനിക്കുന്നു. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്നു. അക്കാദമിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഏകപക്ഷീയമായി രഞ്ജിത്ത് തീരുമാനമെടുക്കുകയാണ്. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്നു. അക്കാദമിയുടെ അംഗങ്ങൾക്ക്, അതിൻ്റെ ഗവേണിംഗ് കൗൺസിലിന് ഒരു വിലയുമില്ലാത്ത തരത്തിലുള്ള നീക്കങ്ങളാണ് രഞ്ജിത്ത് നടത്തുന്നത്. ഇങ്ങനെ ഒരാളെ അക്കാദമിയുടെ തലപ്പത്ത് തുടർന്ന്
തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. സർക്കാരും വളരെ ഗൗരവത്തോടെ ഈ പ്രാവശ്യം ഈ പരാതികൾ കാണുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. മന്ത്രി രഞ്ജിത്തിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ചലച്ചിത്രമേള ഇന്ന് അവസാനിക്കും. അതിനുശേഷം നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. മുഖ്യമന്ത്രിക്കും 4 പേർ ഒപ്പിട്ട പരാതി 4 അംഗങ്ങൾ ഒപ്പിട്ട പരാതി ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെടാൻ മന്ത്രിയോട് സിനിമാ മന്ത്രി സജി ചെറിയാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം അവസാനത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ രഞ്ജിത്തിനെതിരെ വലിയ ചോദ്യചിഹ്നമായി, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ നടപടി എടുക്കുന്നില്ല എന്നൊക്കെ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നടപടി ഉണ്ടായില്ല, അന്വേഷണം പോലും ഉണ്ടായില്ല. മന്ത്രി സജി ചെറിയാൻ അതിനെ പാടെ തള്ളുന്ന പ്രവണതയാണ്. പക്ഷേ ഡോക്ടർ ബിജുവിനെതിരായ പരാമർശത്തിൽ അതിനോട് യോജിപ്പില്ല, ഇല്ലെങ്കിൽ അതിലൊരു അതൃപ്തി മന്ത്രി രേഖപ്പെടുത്തിയിരുന്നു, വിശദീകരണം ചോദിച്ചിരുന്നു എന്നുള്ളത് സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഇത്രയധികം സംരക്ഷിക്കേണ്ടത്? ഇത്ര ഡിസ്റെസ്പെക്ട്ഫുള്ളായി പെരുമാറുന്ന, ഇല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകരോട് പോലും ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന, അക്കാദമിക്ക് യാതൊരു തരത്തിലുമുള്ള സൽപ്പേര് ചലച്ചിത്രമേള ഉൾപ്പെടെ IFFK-യിലാണ് ഈ ഒരു വിവാദം നടക്കുന്നത്, അതുൾപ്പെടെ നൽകാൻ സാധിക്കാത്ത ഒരു ചെയർമാനെ എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഇത്രയധികം സംരക്ഷിക്കുന്നത്? ഇടതുപക്ഷ അനുഭാവിയായി കഴിഞ്ഞ കുറേ നാളുകൾ അറിയപ്പെടുന്ന ആളാണ് രഞ്ജിത്ത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരം ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് സർക്കാർ നിയോഗിച്ചത്. അങ്ങനെ ആൾക്കെതിരെ തുടക്കത്തിൽ വിമർശനം ഉണ്ടാകുമ്പോൾ മാറ്റുന്നത് സർക്കാരിനെ ഗുണം ചെയ്യില്ല, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി സമയം അദ്ദേഹത്തിന് നൽകാമെന്ന ഒരു നിലപാടിലായിരുന്നു സിനിമാ മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. നേരത്തെയൊക്കെ രഞ്ജിത്തിന് നിരന്തരം ഈ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാട്. പക്ഷേ ഇപ്പോൾ ഈ വീണ്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയാണ് രഞ്ജിത്ത് ചെയ്യുന്നത്. അക്കാദമിയെ പ്രതിരോധത്തിലാക്കുകയാണ് രഞ്ജിത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് ആ ഒരു പദവിയിൽ അവസരം തുടർന്ന് നൽകണമെന്ന കാര്യത്തിൽ സർക്കാരിനും വിരുദ്ധ അഭിപ്രായമുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ടാണ് മന്ത്രി വിശദീകരണം തേടിയത്. രഞ്ജിത്തിനെ ഒറ്റയടിക്ക് പലപ്പോഴും രഞ്ജിത്ത് ഓരോ വിവാദങ്ങളിൽപ്പെടുമ്പോഴും രഞ്ജിത്ത് വളരെ പ്രഗത്ഭനായ സംവിധായകനാണ് എന്ന പ്രഖ്യാപന പരസ്യ പിന്തുണ നൽകിയ ആളാണ് മന്ത്രി സജി ചെറിയാൻ. പക്ഷേ ഇപ്പോൾ ഇത്തവണ അദ്ദേഹവും ആ ഒരു ഓപ്പൺ ചെക്ക് നൽകുന്നില്ല രഞ്ജിത്തിന് അത്ര ഒരു പിന്തുണ അദ്ദേഹവും നൽകുന്നില്ല. സ്വാഭാവികമായും അത്ര വലിയ സമ്മർദ്ദം സർക്കാരിനെ ഉണ്ടാക്കുന്നുണ്ട്. രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യവും സർക്കാരിൽ വലിയ സമ്മർദ്ദമായി മാറുന്നു. ഇടതുപക്ഷവുമായി ചേർന്ന് പോകുന്ന പ്രധാനപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകർ തന്നെ രഞ്ജിത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ്. വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കും ചെയർമാൻ്റെ ഈ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളോട് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം പരസ്യ പ്രതികരണം തയ്യാറായിട്ടില്ല. പക്ഷേ ഈ എതിർക്കുന്നവരുടെയൊക്കെ അദ്ദേഹത്തിൻ്റെയും പിന്തുണയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ 15 പേരിൽ 9 പേർ പങ്കെടുത്ത കൗൺസിലിന് പുറമെ ബാക്കിയുള്ളവരും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. രഞ്ജിത്തിനെ അനുകൂലിച്ച അധികം ആളുകൾ അക്കാദമിയിൽ ഇല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഭൂരിഭാഗം അംഗങ്ങളും രഞ്ജിത്ത് മാറണം, അല്ലെങ്കിൽ രഞ്ജിത്തെ സർക്കാർ മാറ്റണമെന്ന നിലപാട് ഉള്ളവർ തന്നെയാണ്. ഇത് IFFK-യുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം, അതും ചലച്ചിത്ര മേള നടന്നുകൊണ്ടിരിക്കെ ഒരു മാധ്യമത്തിന് ഇങ്ങനെ ഒരു അഭിമുഖം കൊടുക്കുകയും അതിന്റെ പുറകെ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാവുകയും അതും മേളയുടെ നടത്തിപ്പുകാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തന്നെ അതിന് കാരണക്കാരനാവുക എന്ന് പറയുമ്പോൾ IFFK-യുടെ ആ ഒരു സുഖം, ഇല്ലെങ്കിൽ അതിൽ എത്തുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അതൃപ്തി, അത് എത്രത്തോളം ഈ മേളയിൽ പ്രതിഫലിച്ചു കാണാമായിരുന്നു? മേളയുടെ നടത്തിപ്പിൽ കാര്യമായ വിവാദങ്ങളോ പരാമർശങ്ങളോ ഇത്തവണ ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ വർഷവും മേളയുടെ സമാപന ദിവസം രഞ്ജിത്ത് നടത്തിയ പരാമർശങ്ങൾ, അതിനുശേഷം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലൊക്കെ ഈ ബഹളമുണ്ടാക്കുന്നവരെ നായികളോട് ഉപമിച്ചുള്ള പരാമർശങ്ങളൊക്കെ വലിയ വിവാദമായിരുന്നു. രഞ്ജിത്ത് അത്തരം നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുന്നത് സിനിമാ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ വിമർശനത്തിന് അപ്രീതിക്ക് കാരണമായിരുന്നു. കാരണം സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആരെയും ആ രീതിയിൽ ബഹുമാനിക്കാതെ താൻ പറയുന്നത് മാത്രമാണ് ശരി, താൻ മാത്രമാണ് മികച്ച സിനിമയുടെ പറഞ്ഞോളൂ അരുൺ, തുടർന്നോളൂ. അങ്ങനെ ഒരു നിലപാട്, ഒരു മാടമ്പിത്തരം കാണിക്കുന്നു രഞ്ജിത്ത് എന്ന വിമർശനമാണ് പൊതുവിൽ സിനിമാ പ്രവർത്തകർക്കിടയിലും അക്കാദമിയുടെ കൗൺസിൽ അംഗങ്ങൾക്കുമിടയിലും ഒക്കെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യം ശക്തമാവുന്നത്. സർക്കാർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. സിനിമാ മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തെ മാറ്റാൻ ഈ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ ശേഷമെങ്കിലും മാറ്റാൻ തയ്യാറാകുമോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ രഞ്ജിത്തിന് നേരത്തെയുള്ള പിന്തുണ സർക്കാരിന് നഷ്ടപ്പെടുന്നു തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? കാരണം
കൗൺസിൽ അംഗങ്ങൾ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് രഞ്ജിത്തിനെ ആ സ്ഥാനത്ത് തുടരാൻ സർക്കാർ അനുവദിക്കുമോ അല്ലെങ്കിൽ രഞ്ജിത്ത് തുടരാൻ തയ്യാറാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് ഡോക്ടർ ബിജുവിന്റെ സിനിമകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അതേറെ ചർച്ചയായപ്പെട്ടു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായി. രണ്ടു പേരുടെയും സിനിമകൾ തമ്മിലൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ വലിയ ചർച്ചയാക്കി. ഡോക്ടർ ബിജുവിന് വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ സിനിമയെക്കുറിച്ച് പറയുന്നത്, സിനിമാ മേഖലയെക്കുറിച്ച് ഇല്ലെങ്കിൽ ഈ ഓഫ്ബീറ്റ് സിനിമകൾ എടുക്കുന്ന ആളുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ അത് രഞ്ജിത്തിനെ പോലെയുള്ള ഒരാൾക്ക് അത് എത്രത്തോളം ദോഷം ചെയ്യും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. സിനിമാ പ്രവർത്തകർക്കിടയിലുള്ള അതൃപ്തി എത്രത്തോളം പരസ്യമാവുന്നുണ്ട്? രഞ്ജിത്ത് തീർച്ചയായും സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ചലച്ചിത്രകാരനാണ്. നിരവധി ആളുകൾ ബഹുമാനിക്കുന്ന, മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നിരവധി ചിത്രങ്ങൾ അത് വാണിജ്യ സിനിമയായാലും ഓഫ് ബീറ്റ് ചിത്രങ്ങളായും നൽകിയ സംവിധായകനാണ്. തിരക്കഥാകൃത്ത് അതൊക്കെ വസ്തുതയ്ക്ക് നിരക്കുന്നതുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് തൻ്റെ സിനിമകൾ മാത്രം മികച്ച സൃഷ്ടികളെന്നും ബാക്കിയുള്ളവർ ഡോക്ടർ ബിജുവിനെ പോലെയുള്ള സംവിധായകരുടെ സിനിമകൾക്ക് നിരവധി ആരാധകരുള്ളതാണ്. ഒരുപക്ഷെ അത് തിയേറ്ററുകളെ ഇളക്കി മറിക്കുന്ന സിനിമകളായിരിക്കില്ല, തിയേറ്ററുകൾ കാശുവാരി പടങ്ങളാകില്ല. പക്ഷേ ഡോക്ടർ ബിജുവിൻ്റെ സിനിമയൊക്കെ ആ രീതിയിൽ ചലച്ചിത്രമേളകളിൽ, അത് കേരളത്തിൻ്റെ ചലച്ചിത്രമേളയിലും സംസ്ഥാനത്തിന് പുറത്ത് ഗോവയിലായാലും അല്ലെങ്കിൽ രാജ്യാന്തര മേളകളിലൊക്കെ ആയാലും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന, ആ രീതിയിൽ കയ്യടി കിട്ടിയിട്ടുള്ള സിനിമകളാണ്. ആ രീതിയിൽ മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ നിരവധി ചിത്രങ്ങൾ എടുത്ത സംവിധായകനാണ് ബിജു. അദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായും അത് സിനിമാ പ്രേമികൾക്കിടയിൽ മറ്റൊരു വികാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് രഞ്ജിത്തിന് എതിരാണ്. രഞ്ജിത്തിൻ്റെ സിനിമകളെ അംഗീകരിക്കുമ്പോൾ, രഞ്ജിത്തെ ചലച്ചിത്രകാരനെ അംഗീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം സ്വീകരിക്കുന്ന ഇത്തരം ഏകപക്ഷീയ നടപടികൾ, വിമർശനങ്ങളൊക്കെ രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര പ്രേമികളുടെ വലിയ വികാരം ഉണ്ടാകാൻ കൂടി കാരണമായിട്ടുണ്ട്. ദിവസങ്ങളിൽ ബിജുവിൻ്റെ ആരാധകർ എന്നതിനപ്പുറത്തേക്ക് സിനിമയായി കാണുന്ന ആളുകൾ ചലച്ചിത്രകാരന്മാരെ അവരെടുത്ത ചിത്രങ്ങളുടെ മെരിറ്റ് നോക്കി, ആ മെരിറ്റ് അനുസരിച്ച് അവരുടെ പ്രാഗൽഭ്യം അനുസരിച്ച് വിലയിരുത്തുന്ന സിനിമാ പ്രേമികൾ സ്വാഭാവികമായും രഞ്ജിത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പരാമർശങ്ങളോട് യോജിക്കുന്നവർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാംസ്കാരിക മന്ത്രി, ഞാൻ അരുണിലേക്ക് വരാം, ഇപ്പോൾ അരുൺ ചേരുന്നു, അക്കാദമി മെമ്പർ. അരുൺ,